Good afternoon, all of you. 1 മുതൽ 3 വരെയുള്ള കണ്ടന്റ്സ് എഴുതുക. എന്നിട്ട് പറയാം. സ്ലൈഡ് വന്നല്ലോ അല്ലേ? രണ്ടാമത്തെ ആൻസർ ഡിലീഷൻ ആണ് കേട്ടോ. ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? 3 ബി വാഗ്ഭടാനന്ദൻ. ഓക്കെ, നാലാമത്തത് ബി ആണ്. എ എത്ര വരുന്നുണ്ട്? 3. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെന്, സ്വരാജ് പാർട്ടി CR ദാസ്, ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ. പത്മ വിഭൂഷൺ പുരസ്കാരത്തിന് അർഹമായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? 5 ബി നൃത്തം. ഇനി ഡിലീഷൻ വരുന്നത് 37 ആണേ. 37 53. ആറാമത്തത് ഓപ്ഷൻ ഡി ആണ്. 1 4 സിവിൽ നിയമന ലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധന നിയമം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പരാൻ സത്യാഗ്രഹം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് 7 ഓപ്ഷൻ സി നീലഗിരി. അപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. 8 ഓപ്ഷൻ എ തുഷാരം. ദേശീയ ജലപാത NW3. 9 ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയല്ല. അവസാദ ശിലയ്ക്ക് ഉദാഹരണം 10 ബി 1 3. ചുണ്ണാമ്പ് കല്ലും കൽക്കരിയും.
സി അല്ലാത്തോണ്ടല്ലേ ഡി ആക്കിയത്. NW3 എങ്ങനെ സി ആവുന്നേ? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ്. തിരിച്ച കോഴിക്കോട് വരെ ഉണ്ട്, അല്ലാത്തതാണെങ്കിലും വരും കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. രണ്ട് രീതിയിലും ചിന്തിക്കാം. ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഏതാണെന്നും ചോദിച്ചിട്ട് NW3 പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടല്ല, ഇത് തിരിച്ചു ചോദിച്ചുകൊണ്ടായിരിക്കും. പതിമൂന്ന് സി വിശ്വേശ്വരയ്യ. അയ്യോ നിങ്ങൾ പറഞ്ഞായിരുന്നു. ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്താണ്? 12. ഓപ്ഷൻ ബി രാജസ്ഥാൻ. പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം? 11. ഡി സ്ട്രാറ്റസ്. ആഗോളവൽക്കരണം? 14. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 15. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ചത്? 15. ഓപ്ഷൻ എ 9. 16. ഹരിത വിപ്ലവം? ഓപ്ഷൻ സി. ഒന്നും മൂന്നും. ബി പണം അച്ചടിച്ചിറക്കുന്നു. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടാത്തത്. ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറി? 18. ഓപ്ഷൻ ബി ജയതിലക. 19. ഡി ഇന്ത്യ നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്ഷൻ എ 1, 2.
ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത്. ജനസംഖ്യയ്ക്ക് അനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയായിരുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭരണം നടത്തുവാനുള്ള അവകാശം വകുപ്പ് 30. മതപരം 36. സ്ഥാനപ്പേര് നിർത്തലാക്കൽ 18. അറസ്റ്റ് കരുതൽ തടങ്കൽ വകുപ്പ് 22. അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 22 ആൻസർ ഈസ് ഓപ്ഷൻ സി BR ഗവായ്. 23 ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം. എഴുപത്തെട്ട് വരെ സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശമായിരുന്നു 300A പ്രകാരം മൊറാർജി ദേശായിയുടെ കാലത്ത്. ഓപ്ഷൻ ഡി. 42 എന്ന് പറഞ്ഞിരിക്കുന്നത് മിനി ഭരണഘടന. 91ാമത്തെ ഭരണഘടനാ ഭേദഗതി. 61 ഇത്. 74 ഇത്. 91 പരിമിതപ്പെടുത്തുക സംബന്ധിച്ചിട്ട്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. 24 ആൻസർ ഈസ് ഓപ്ഷൻ സി അല്ലേ? സി അല്ലേ? ആണ്. വിദ്യാഭ്യാസവും വനവും കൺകറന്റ് ലിസ്റ്റ്, പോലീസ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ എ ഷാജഹാൻ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ 27 നിയമിക്കുന്നത്
ഡി ഗവർണർ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി പൂർണ്ണ സ്വരാജ്. ലാഹോർ. ഇന്ത്യൻ ആദായ നികുതി 61 പ്രകാരം പ്രത്യക്ഷ നികുതി ഏത്? 29. ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1, 2. കോർപ്പറേറ്റ് നികുതിയും വ്യക്തിഗത ആദായ നികുതിയും. പ്രത്യക്ഷ നികുതി. ബി ഗ്രാമപ്രദേശങ്ങളിൽ 100 ദിവസത്തിൽ കുറയാത്തത്. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട വിഭവ അടിത്തറ ശക്തിപ്പെടുത്തുക. സാമൂഹികമായി പിന്നോക്കം നിൽക്കാൻ എല്ലാ കുടുംബങ്ങളിലും പദ്ധതിയിൽ ചേർക്കുക. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? 31 ഓപ്ഷൻ ബി ആണ്. എല്ലാം യോജിക്കുന്നുണ്ട്. സാമ്പത്തിക സ്ഥിരത, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ എ ബിക്രം മിസ്രി, വിദേശകാര്യ സെക്രട്ടറി. 24 ജൂൺ 15 മുതൽ. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച അടിസ്ഥാന തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി. 33 ആൻസർ ഈസ് ഓപ്ഷൻ എ പ്രചോദനം പദ്ധതി. ഇനി നമുക്ക് മൺഡേയിലാണ് ക്ലാസ് വരുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഗ്രീൻ ഹൈഡ്രജൻ. അന്താരാഷ്ട്ര സമ്മേളനം വേദി 2023 ന്യൂഡൽഹി. ക്യൂണി കൾച്ചർ. 35 ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. റോബർട്ട് ബ്രൗൺ. 36 ആൻസർ ഈസ് ഓപ്ഷൻ സി കോശകേന്ദ്രം കണ്ടെത്തി. 37 ഡിലീഷൻ ആണ്. പിനങ്ക സബ്ടെറേനിയൻ. ഈന്തപ്പഴ ആയിരുന്നു അത് ആൻസർ.
രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏത്? 38 ഓപ്ഷൻ ബി ആണ്, ഗ്ലോബുലിന്. ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? 39 ഓപ്ഷൻ ഡി, മീസിൽസ്. മീസിൽസ് വൈറസ് ആണോ? അന്താരാഷ്ട്രീയ മീസിൽസിന്റെ ഏത് വൈറസ് ആണ്? റുബല്ല അല്ല, ഏത് വൈറസോ? റുബല്ലയാണ് അതോ റൂബിയോളെ? ഓപ്ഷൻ എ ആർദ്ര. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി 41D കണരോഗം. മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് 42. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ധ്രുവപ്രദേശം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലം 43. ആൻസർ ഈസ് ഓപ്ഷൻ സി, ശ്വാനബലം. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏത്? 44. ഓപ്ഷൻ എ, വേഗത. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ? 45. ഓപ്ഷൻ ഡി, അജയ് ബംഗ. ഞാൻ വിചാരിച്ച ശില്പ എന്താ പോവാത്തേന്ന്, പിന്നെ ഞാൻ ഓർത്തത് ഇന്ന് ഫ്രൈഡേ ആണല്ലോ. ഇന്ന് ക്ലാസ് ഇല്ലാത്തോണ്ടാണ്. അതെന്താ, പരീക്ഷയുടെ അവധിയോ? തുറന്നില്ല. ഉം. 2023 സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം. 46 സി പെരുമ്പടവം ശ്രീധരൻ. മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 47 ഡി ഹെൻറി മോസ്ലി. അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല.
48 ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. മുകളിലേക്ക് എത്തുന്തോറും അക്വേറിയത്തിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം കൂടുന്നു. ബോയിൽ നിയമം. pH വാല്യൂ ജലം 7 ആണ്. അല്പം ആസിഡ് ചേർത്താൽ എന്ത് ചെയ്യുന്നുണ്ട്? 49 ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, കുറയുന്നുണ്ട്. പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് രസതന്ത്ര നോബൽ. 50 ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡേവിഡ് ബേക്കർ. ആൻസർ ഈസ് ഓപ്ഷൻ സി. എയും ബിയും ശരിയാണ്. കർണാടക സംഗീതം 19-ാം നൂറ്റാണ്ടിൽ സാധ്യതയിരുന്ന ആളാണ്. രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു. 51-ാമത്തെ ആൻസർ ഓപ്ഷൻ എ, IUCN, പ്ലാനറ്റ് ഓൺ ദ മൂവ്. ആ 53 ക്യാൻസൽ. 54. മൂന്ന് വിക്കറ്റ്. 54 ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന എയും ബിയും ശരിയല്ല. വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കൃതിക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിന് മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. 55. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന എയും ബിയും ശരിയല്ല. വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938-ലായിരുന്നു. ആലപ്പി വിൻസെന്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾ മാർക്കെല്ലാം ഒന്ന് മൈനസൂടെ ചേർത്തിട്ട് കൂട്ടി വെക്കും. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞോട്ടെ. നമുക്ക് ഡിഗ്രി പ്രിലിംസിന്റെ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിന്റെ ടൈമിംഗ് 7 PM ആണ്. മെയിൻ കോഴ്സിന്റെ ടൈം മീൻസ് പ്രിലിംസിന്റെ കോഴ്സ് ആണ്. 10:30 മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന്റെ ക്ലാസ്സസ് ഉണ്ട്. 12 PM NCERT ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് വരുന്നുണ്ട്. ഇനി നമുക്ക് 8 months 10th മെയിൻസിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 750 ആണ് ഇതിന്റെ പ്രൈസ്. 799 ആണ് ഡിഗ്രി പ്രിലിംസിന്റെ. രണ്ടും കൂടെ ചേർന്നിട്ട് കോംബോ ഓഫർ 1199 ഓഫർ അവൈലബിൾ ആണ്. ആൻഡ് 10th ലെവൽസിന്റെയും +2 ലെവൽസിന്റെയും എല്ലാ ഇതൂടെ ചേർത്തിട്ട് 999 അവൈലബിൾ ആണ്. ഓരോന്ന് വെച്ചിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇനി മൊത്തത്തിൽ വേണമെങ്കിൽ 1299 ഉള്ള ഓഫറും അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഇതിനകത്ത് NCERT എല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. എല്ലാ ടോപ്പിക് കൂടെ ചേർത്തിട്ടാണ് ഡിഗ്രി ലെവലും 10th ലെവലും വരുന്നത്. യൂണിഫോം പോസ്റ്റിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്സും അവൈലബിൾ ആയിരിക്കും.
എല്ലാ ദിവസവും റിവിഷൻ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ഇതിനകത്ത് മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്. വാട്സപ്പ് നമ്പർ ഇവിടെ ഉണ്ട്, അതിലോട്ട് ചെയ്താൽ മതി. 8078962109. എല്ലാ ദിവസവും നമുക്ക് ഫ്രീ ക്ലാസ് അവൈലബിൾ ആണ്. 1:30 OMR വരുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ 35ാമത്തെ ക്ലാസ് ആണ്. 35 ദിവസത്തെയും PDF CGBJUS അക്കാദമിയിൽ അവൈലബിൾ ആയിട്ട് ഒന്നിച്ചൊറ്റ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനൽ CGBJUS അക്കാദമിയാണ്. എല്ലാ ദിവസവും ഫ്രീ ലിങ്ക് മൺഡേ ടു ഫ്രൈഡേ വരെ അവൈലബിൾ ആയിരിക്കും. OMR തന്നെ അറ്റൻഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് OMR ചെയ്തു എന്നും പറഞ്ഞ് എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വരില്ല. OMR ചെയ്ത് നമുക്കൊരു പ്രാക്ടീസ് സെഷൻ ആണ് OMR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാർക്ക് പറഞ്ഞോളൂ. 55-ല് 41, 47, 32, 41, ഡാലിയ 39, ബിന്ദുജ ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്, അശ്വതി 36. ഇത് ഐ തിങ്ക് ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുടെയും കണ്ടാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ. എന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്നും ക്വസ്റ്റ്യൻ നോക്കാത്തതുകൊണ്ടല്ലേ മാർക്കൊന്നും കൂടാത്തത്. സാരമില്ല. അപ്പൊ ആദ്യം മുതലുള്ള മാർക്കുകളൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടോ നിങ്ങൾക്ക്? ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡേ 1 മുതൽ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ശരി, നമുക്കിനി തിങ്കളാഴ്ചയാണ് അടുത്ത ക്ലാസ് വരുന്നത്. അതുവരെ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ PDF എടുത്ത് വെച്ചൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം തന്നെ PDF അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇവിടെ PDF വന്നു നോക്കൂ. വന്നു. ഓക്കെ, ബൈ. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.